നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് CJP പാർട്ടിയെ കുറിച്ചാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം. അതായത് ഇപ്പോൾ CJP പാർട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് എനിക്ക് അവരോട് ഒത്തുപോകാൻ തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് എക്സാമുമായിട്ടുള്ള കാര്യം മാത്രമാണ് കേട്ടോ. അതിന് ഞാൻ ഈ ഒരു സംഘടന വന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് പേര് ഒത്തുതീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് പറയുന്നതിൽ ന്യായമുണ്ട്. കാരണം ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പലർക്കും എക്സാം വിജയിക്കും, നല്ല രീതിയിൽ സ്കോർ ചെയ്തു എന്നൊക്കെ ഉള്ളവർക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിന് പറഞ്ഞ പോലെ തന്നെ മന്ത്രി എന്ന രീതിയിൽ വേണ്ട രീതിയിലുള്ള സുരക്ഷിതത്വം കൊടുത്തില്ല എന്നൊരു കാരണം കൊണ്ട് അദ്ദേഹം രാജിവെക്കണം. CJP പ്രവർത്തകർ പറയുന്നത് ന്യായമായ കാര്യമാണ് എന്ന് വിചാരിച്ചു. പക്ഷെ പോകെ പോകെ ഇവരുടെ രീതി തനി സ്വഭാവം പുറത്തേക്ക് വരികയാണ് ചെയ്തത്. കാര്യം എനിക്ക് തോന്നിയത് ഇവർ ഈ പാർട്ടി വന്നപ്പോൾ ആദ്യം പറയുന്നത് BJP അടക്കം ഇപ്പോൾ നിലവിലുള്ള എല്ലാ പാർട്ടികൾക്കെതിരെയാണ് CJP എന്നൊരു പാർട്ടി വരാൻ പോകുന്നത്. അതായത് സംഘടനയാണ് അത് പാർട്ടി പ്രവർത്തനമായിട്ട് വരാൻ പോകുന്ന എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു തുടങ്ങിയത്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് തോന്നിയത്. അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് താഴെ പറയാം, കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അതായത് ഈ നിലവിലുള്ള എല്ലാ പാർട്ടികൾക്കെതിരെയുമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പുതിയ തലമുറകൾക്ക് നിലവിലുള്ള ഒരു പാർട്ടിയിൽ വിശ്വാസമില്ല, ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, യുവജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലായിരുന്നു ഇവരുടെ സംസാര രീതിയൊക്കെ. പക്ഷെ പോകെ പോകെ പുറത്തേക്ക് വരുന്നത് ഇവരുടെ പല പാർട്ടികളുടെയും അജണ്ടയാണ്. അതായത് BJP പാർട്ടി എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക, എന്നിട്ട് ഇവർക്ക് അധികാരത്തിൽ കയറുക എന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും എല്ലാവരും CJPക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം ചെന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇതിനു മുമ്പ് എന്താണ് പറഞ്ഞത്? CJP എന്ന പാർട്ടി വരുന്നത് അല്ലെങ്കിൽ CJP എന്ന സംഘടന വരുന്നത് എല്ലാ പാർട്ടികൾക്കും, നിലവിലുള്ള എല്ലാ പാർട്ടികൾക്കും എതിരായിട്ടാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം നമ്മള് പുറത്ത് കണ്ടിരുന്ന പല വാർത്തകളും നമ്മൾ മലയാള ചാനലുകൾ, മലയാള വാർത്താ മാധ്യമങ്ങൾ കാണുന്നില്ല. ഇത് മാത്രം വിശ്വസിക്കുന്ന പല ആളുകൾക്കും തോന്നും. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, തോന്നും ശരിയാണ്, അവര് പറയുന്നത് ന്യായമാണെന്ന് തോന്നി. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റുള്ള ഭാഷകളിലുള്ള വാർത്തകൾ നമ്മൾ കാണണം. എന്താണ് അവിടെ നടക്കുന്ന സത്യമെന്ന് നമുക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ കഴിയില്ല. കാര്യം ഇവർക്ക് വേണ്ടത് മാത്രമാണ് ഇവിടെ വന്ന് കൊണ്ടുവരുന്നത്. അതായത് BJPക്കെതിരെ നിൽക്കുന്ന കുറച്ച് ആളുകളാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്നേഹമുള്ളവരായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നാനുള്ള വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ 2 ദിവസം മുന്നേ നടന്ന ശങ്കുട്ടി ദാസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചർച്ച. അഭിലാഷ് ആയിരുന്നു അതിന്റെ ആങ്കർ ആയിട്ടിരുന്നത്. ഈ ശംഖു പറയുമ്പോൾ മാത്രം പെട്ടെന്ന് അഭിലാഷിന് ഓർമ്മ വരും പരസ്യമിടാൻ സമയമായി, ഇടയ്ക്ക് ബ്രേക്കിന് സമയമായി എന്നൊക്കെ. അതായത് ഈ ഒരു കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ എന്താണെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയാൻ വരുമ്പോൾ തന്നെ പരസ്യം വരും, ഇവർക്ക് ബ്രേക്ക് വേണം ആ സമയം എന്നൊക്കെ പറയുന്നു. അപ്പം അതായത് ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ബ്രേക്ക് ചെയ്യുക, ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലൊക്കെ ഉള്ള കാര്യങ്ങൾ. അത് ഈ പറഞ്ഞ അഭിലാഷ് മാത്രമല്ല, നമ്മുടെ ഹാഷ്മിയൊക്കെ അതിന്റെ അങ്ങേറ്റത്തെ ആളാണ്. കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഉള്ള ഒരാളാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സമയം കൊടുക്കുകയും എന്നാൽ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയാൻ പറയുന്ന ആളുകളെ തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അന്യഭാഷയിലുള്ള വാർത്താ ചാനലുകളോട് കാണണം. മാത്രമല്ല ഇവര് പറയുന്നു അവര് സമാധാനപൂർണമായിട്ടാണ് CJP എന്ന് പറഞ്ഞ കുറച്ച് പിള്ളേർ കിടന്ന് അവിടെ സമരം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. അതിന്റെ യാഥാർത്ഥ്യം കാണണമെങ്കിൽ മറ്റു ചാനലിൽ കാണും. ഞാൻ കണ്ടത് കൊണ്ടാണ് ഇത് മനസ്സിലായത്. മാത്രമല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, മറ്റു പല ചാനലിൽ വരുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു വിവരവും വിദ്യാഭ്യാസത്തെ ബഹുഭൂരിഭാഗം ആളുകളാണ് അവിടെ കിടക്കുന്നത്. ഇവിടുന്ന് കുറച്ചു പേര് ഇപ്പൊ കെട്ടിപ്പറക്കി പോയല്ലോ. ഇപ്പൊ 2-3 ആഴ്ച മുന്നേ വരെ നീ കഞ്ചാവ് കേസിന്റെ പ്രതിയാണ്, നീ കഞ്ചാവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ പല രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കും, നീ ആദ്യം തെളിയിക്ക്, മറ്റവരാദ്യം തെളിയിക്കട്ടെ, അങ്ങനെ പിന്നെ അഭിഹിതത്തിന് കൂട്ടു നിൽക്കുക. ഇപ്പൊ അത് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അതിനൊന്നും ഇല്ലായിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ഓർത്ത് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ, ഇവരാണ്, എനിക്ക് പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല, അത് പറയുന്നതിന് ആളുകൾ മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെയാണ് കെട്ടിപ്പറ്റി പോയിരിക്കുന്നത്. അതായത് സ്വന്തം ജീവിതത്തിൽ പോലും ഒരു നീതി പുലർത്തുകയോ മാന്യമായി ജീവിക്കാനോ കഴിവില്ലാത്ത കുറെ എണ്ണമാണ് കെട്ടിപ്പറക്കി പോയി ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പോയ ആളുകളൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാകും.
പല രീതിയിലെ കേസുകൾ ഉണ്ടായിട്ടുള്ളവരും ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടവർ തന്നെയാണ് ഈ കെട്ടിപ്പറിക്കും പോയ ബഹുഭൂരിഭാഗം. അത് ഞാൻ പറയുന്നതല്ല, ഈ പോയവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ഇവർ തന്നെ ഞാൻ തെളിയിക്കും, ഞാൻ ഇപ്പൊ തെളിയിക്കും, ഇപ്പൊ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാളായി ഇതുവരെ വന്നില്ല. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. സോഷ്യൽ മീഡിയയിൽ ഒന്ന് വരുമ്പോൾ അടുത്തത് എന്നൊക്കെയാണല്ലോ. അപ്പൊ അടുത്ത വാർത്തകളിലേക്ക് എല്ലാവരും പോയപ്പോഴത്തേക്കും ഇവർ തന്നെ വിട്ടു, അല്ലെങ്കിൽ പിന്നെ തെളിയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ ഇല്ല. ഇവരുടെയൊക്കെ ജീവിതത്തിൽ പോലും, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പോലും ഇവർക്ക് നല്ലൊരു വഴിയിലല്ല ഇവർ പോയിട്ടുള്ളത്. അങ്ങനെയുള്ള കുറെ ആളുകളാണ് ഇപ്പൊ പോയി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. അപ്പം ഈ CJP പാർട്ടി എന്ന് പറയുന്ന കുറച്ച് ആളുകളിൽ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇതൊക്കെ കണ്ടിട്ട് മാറിപ്പോകേണ്ട അവസരം ഉണ്ടായെന്ന രീതിയിലുള്ള ഒരു വാർത്തയും ഞാൻ കണ്ടിരുന്നു. അതും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ വന്നതാണ് കേട്ടോ. അതായത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഇവര് ഈ പറഞ്ഞ പോലെ തന്നെ നീറ്റ് എക്സാമിന്റെ പേർക്ക് അല്ലെങ്കിൽ നീറ്റ് എക്സാമിന്റെ പേരിൽ സമരം ചെയ്ത് വന്നവരാ. പക്ഷെ അവർക്ക് വന്നപ്പോൾ മനസ്സിലായി ഇതൊന്നുമല്ല ഇത് നടക്കുന്നത്, വേറെ പല അജണ്ടകളുമാണ് നടക്കുന്നത് എന്ന് മനസ്സിലായി എന്ന രീതിയിലുള്ള വാർത്തകളും ഞാൻ കണ്ടിരുന്നു. അപ്പം നമുക്ക് സത്യമായ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളം ചാനൽ ഒഴിച്ച് വേറെ ഏതെങ്കിലുമൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ കറക്റ്റായിട്ടുള്ള വാർത്ത നമുക്ക് അറിയാൻ കഴിയും. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ തോന്നുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും. മാത്രമല്ല എനിക്ക് ആ കണ്ട ക്ലിപ്പുകളൊക്കെ ഇവിടെ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. ഒന്നാമത് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ചെറിയ ചാനലാണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അതുകൊണ്ട് നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ, നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ള ചാനലുകളിലെ വാർത്തകളൊക്കെ കാണാൻ കഴിയും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കും എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ. 1% ഒരു ജനങ്ങൾ കണ്ണിൽ കണ്ട ഒരു എന്താ പറയുക കാണിക്കാൻ വേണ്ടി 1% വേണ്ടി മാത്രം നീറ്റ് എക്സാമിന്റെ പേരിൽ മാത്രം ഇവര് പറഞ്ഞതിൽ ഒരു ന്യായമുള്ളത് പോലെ എനിക്ക് തോന്നി. ബാക്കിയുള്ള 99.9% കാര്യങ്ങളും ഇവര് നമ്മുടെ രാജ്യത്തെ ഇല്ലാണ്ടാക്കണമെന്ന രീതിയിലത്തെ കാര്യങ്ങളാണ് ഈ CJP എന്ന് പറഞ്ഞ കുറെ ആളുകൾ ഒത്തുചേർന്ന് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് കുറെ എണ്ണം പോയി പല പാർട്ടികളിലെ കോൺഗ്രസിലാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും പോയി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആർക്കെതിരെയാണ് ഇവരുടെ അജണ്ട, അല്ലാതെ രാജ്യത്തിന് നല്ലതിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്സ് പറയാം.